1620 ദിന IFPHന്റെ പ്രതിദിന സൂം വെബിനാറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഈ വെബിനാർ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മൗന പ്രാർത്ഥന. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുസ്തക പരിചയമാണ്. കഴിഞ്ഞ പുസ്തക പരിചയത്തിൽ നമ്മൾ ഡോക്ടർ ഫാരിങ്ടന്റെ ക്ലിനിക്കൽ മെറ്റീരിയൽ മെഡിക്കയെ പറ്റി സംസാരിച്ചു, മനസ്സിലാക്കി. കഴിഞ്ഞ ഫാരിങ്ടന്റെ മെറ്റീരിയൽ മെഡിക്കയിൽ നമ്മൾ വളരെ അധികം സന്തോഷത്തോടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത്, അദ്ദേഹമാണ് നമ്മളുടെ മെറ്റീരിയൽ മെഡിക്കയിലെ മെഡിസിൻസിനെ സ്കീമാറ്റിക് ആയിട്ട് മിനറൽസ് എന്നും ആനിമൽ കിങ്ഡം എന്നും പ്ലാൻ കിങ്ഡം എന്നും തിരിച്ച് ആദ്യമായി പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സെഷൻ, അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിനകത്തൂടെ അദ്ദേഹം പലതരത്തിലുള്ള കമ്പാരിറ്റീവ് തിങ് നമുക്ക് മെറ്റീരിയൽ മെഡിക്കൽ കാണിച്ചു തന്നു. ഇതായിരുന്നു അന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതൊരു വലിയ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് തുറന്നു തരുന്നത്. അപ്പൊ ആ ഒരു മെറ്റീരിയൽ മെഡിക്ക പഠിച്ചത് വഴി, നമ്മൾ മനസ്സിലാക്കിയത് വഴി നമുക്ക് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഹോമിയോപ്പതിയിൽ എപ്പോഴും ഒരു മാൻ വാച്ചിങ്, പീപ്പിൾ വാച്ചിങ്, ആൾക്കാരെ സശ്രദ്ധം നിരീക്ഷിക്കുന്ന ഒരു സൂക്ഷ്മ ദൃക്കാവുക എന്നുള്ളത് ഹോമിയോപ്പത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ അത് നമ്മൾ അന്നത്തെ ആ മെറ്റീരിയൽ മെഡിക്കയുടെ പഠനത്തിൽ നമുക്ക് മനസ്സിലായി. ഒരു സിംഗിൾ മെഡിസിനിൽ എത്താനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സിമിലിമത്തിൽ എത്താനും ഒക്കെ നമ്മൾ എത്രത്തോളം ആൾക്കാരെ ഒബ്സർവ് ചെയ്യാനായിട്ട് എത്രത്തോളം നൈപുണ്യം നമുക്ക് ലഭിക്കുന്നു, എത്രത്തോളം നമ്മുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യന്റിനെ നമുക്ക് ഒരു മെഡിസിനിന്റെ പിക്ചറുമായിട്ട് സിമിലർ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു, അത്രത്തോളം നമ്മൾ ആ മെഡിസിനെ അല്ലെങ്കിൽ ആ ആളെ സുഖപ്പെടുത്താൻ നമ്മൾ നമുക്ക് കഴിവുള്ളവരായി മാറും. അപ്പൊ ഈ ഒരു നോട്ടം, ഈ ഒരു കാഴ്ചപ്പാട് ഏറ്റവും നന്നായി വികസിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. അപ്പൊ ഇതാണല്ലോ നമ്മൾ ഉടനീളം നമ്മൾ പഠിച്ചതും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വായത്തമാക്കുന്നതും ഒക്കെ ഇതാണ്. അതിനെല്ലാം മെറ്റീരിയൽ മെഡിക്കയും നമ്മൾ ഓർഗനോ മെഡിസിനും എല്ലാം നമ്മളെ ഇതിന് സഹായിക്കുന്നുണ്ട്. IFPHന്റെ നിരന്തരമായ ക്ലാസ്സുകളും നമ്മളെ ഒരുപാടാണ് സഹായിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനില്, പുസ്തക പരിചയത്തില് എനിക്ക് നിങ്ങളോട് ഡിഫറെന്റ് ആയിട്ട് ഹോമിയോപ്പതിക് ഫീൽഡിൽ അല്ലാതുള്ള ഒരു പുസ്തകമാണ് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വളരെയധികം വാച്ച്ഫുൾ ആയിട്ട് എല്ലാ ജീവജാലങ്ങളെയും വാച്ച് ചെയ്യാനായിട്ടുള്ള കഴിവ് ആർജിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇത്തരം ഒരു കഴിവിനെ വികസിപ്പിക്കുന്ന പഠന ശാഖയെ പറയുന്നത് ഇത്തോളജി എന്നാണ്. ഇത്തോളജി. അപ്പൊ ഈ ഇത്തോളജി എന്ന് പറയുന്ന ഒരു വാച്ച്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു പഠന ശാഖയെ പറ്റി ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ അതിപ്രശസ്തനായ ഒരാളുടെ കുറച്ച് പുസ്തകങ്ങളെയും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ ആദ്യമായിട്ട് PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. എന്താണ് ഇത്തോളജി? Ethology, the scientific and objective study of animal behavior, especially under natural conditions. ഏറ്റവും പ്രശസ്തനായ ഇത്തോളജിസ്റ്റ് ആയ ഡെസ്മണ്ട് മോറിസിനെ പറ്റിയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത് വിൽസ്റ്റേറ്റില് 1928 അദ്ദേഹം ജനിക്കുന്നത്. സുവോളജിസ്റ്റ് ആയിരുന്നു. ഡീഫിൽ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡിൽ നിന്ന് അദ്ദേഹം കരസ്ഥമാക്കി. അദ്ദേഹം 1959 മാമൽസിന്റെ ക്യൂറേറ്റർ ആയിരുന്നു ലണ്ടൻ സൂവില്. അദ്ദേഹം അറിയപ്പെടുന്ന ഇത്തോളജിസ്റ്റും വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ നേക്കഡ് ഏപ്പ് എന്ന് പറഞ്ഞ ബുക്കിന്റെ ഓതറുമാണ്. അദ്ദേഹം നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും നേക്കഡ് ഏപ്പ് ആണ് എല്ലാവർക്കും അറിയാവുന്ന. 1967 അദ്ദേഹം എഴുതിയ നേക്കഡ് ഏപ്പ് കോടിക്കണക്കിന് ബില്യൺസ് ബുക്കുകൾ വിറ്റിട്ടുണ്ടെന്ന് നമുക്ക് കരുതാം. കാരണം നമുക്ക് മലയാളത്തിൽ തന്നെ നഗ്നവാനരൻ എന്നൊക്കെ പറഞ്ഞ DC ബുക്സ് അദ്ദേഹത്തിന്റെ പുസ്തകം പുറത്തിറക്കി. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ഹ്യൂമൻ സൂ, ദ മാമൽസ്, പീപ്പിൾ വാച്ചിങ്, ഇന്റിമേറ്റ് ബിഹേവിയർ, ക്യാറ്റ് വാച്ചിങ്, ഡോഗ് വാച്ചിങ്, ബേബി വാച്ചിങ്, ഇങ്ങനെ വളരെയധികം ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇത്തോളജിയുടെ ഒരു വലിയ ഒബ്സർവേഷൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അദ്ദേഹം വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ആ ജീവജാലങ്ങളെ വാച്ച് ചെയ്യുമ്പോൾ അത് മനുഷ്യനുമായിട്ട് എത്രത്തോളം
സാമ്യമാണ് ഉള്ളത്. മനുഷ്യൻ ഒരു സ്പീഷീസ് മാത്രമാണല്ലോ, എല്ലാ ജീവജാലങ്ങളിലും തന്നെ മനുഷ്യൻ തീർച്ചയായിട്ടും ഒരു സ്പീഷീസ് മാത്രമാണ്. അപ്പം മൃഗങ്ങളിലുള്ള പല വാസനകളും മനുഷ്യരിൽ ഉണ്ട്. ഇപ്പൊ എത്ര സിവിലൈസ്ഡ് ആയാലും എത്ര കൾച്ചറലായിട്ട് പല കാര്യങ്ങളും നമ്മൾ സ്വയം പെരുമാറാനായിട്ട് ശ്രമിക്കുകയും പല തരത്തിലുള്ള എറ്റിക്കറ്റിന്റെയും പല പിന്നെ എന്താ നല്ല ശീലങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വളരെ പോളിഷ്ഡ് ആയിട്ടൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുമെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉടനടി ചെയ്യേണ്ടതായി വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ആ മൃഗവാസനകൾ അകത്തുള്ള പല ചോദനകളും പുറത്തു വരാറുണ്ട്. അപ്പൊ അത് ആണ് ഉടനീളം അദ്ദേഹം പഠന വിഷയമാക്കിയത്. ആളുകളിലെ ഒരു കോമൺ ആയിട്ടുള്ള പല ആസ്പെക്ട്സും മറ്റു മൃഗങ്ങളുമായിട്ട് അതിന് എങ്ങനെയാണ് സാമ്യമുള്ളത്, മനുഷ്യൻ എവല്യൂഷനിലൂടെ എങ്ങനെ മുന്നോട്ട് വന്നപ്പം അവൻ ആർജിച്ച പല പല സ്വഭാവ വിശേഷങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നേക്കഡ് ഏപ്പിനകത്തത് വളരെയധികം പറയുന്നുണ്ട്. നിങ്ങൾ പലരും ആ നേക്കഡ് ഏപ്പ് വായിച്ചിട്ടുണ്ടാവും. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു ടെറിട്ടറിയൊക്കെ നമ്മളെപ്പോഴും മൃഗങ്ങളെ പോലെ തന്നെ കീപ്പ് ചെയ്യും. അത് നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ്. മൃഗങ്ങൾക്കെല്ലാം ഒരു ടെറിട്ടോറിയൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, നമുക്കും ആ ടെറിട്ടോറിയൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. നമുക്ക് പല മെഡിസിൻസും ആ ടെറിട്ടോറിയൽ ഇൻസ്റ്റിങ്ക്ട്സ് കാണിക്കുന്ന മെഡിസിൻസിനെ പറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. കുറച്ചല്ല വളരെ ഡീപ്പായിട്ട് നമുക്ക് അറിയാം. നമുക്കത് സെലക്ട് ചെയ്യാനൊക്കെയുള്ള കഴിവുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ഈ ടെറിട്ടോറിയൽ ഇൻസ്റ്റിങ്ക്ട്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫിലിം കാണാൻ പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫിലിം കാണാനായിട്ട് നമ്മൾ ഇരിക്കുന്നു, നമ്മുടെ തൊട്ടടുത്ത് ഒരു അപരിചിതനുണ്ട്. അയാളുടെ ആംബ്രസ്റ്റ് നമ്മുടെ ആംബ്രസ്റ്റിൽ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുകയാണല്ലോ തൊട്ടടുത്തിരിക്കുന്ന ആള്. ഫിലിം കാണുമ്പോൾ ആ ആംബ്രസ്റ്റിൽ എങ്ങാനും അയാൾ നമ്മുടെ അടുത്ത് കൈവച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ചെറിയ അസ്വസ്ഥത തോന്നാറുണ്ടാകാം. പലപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നു എനിക്കറിയാം. പക്ഷെ നമ്മൾ ഫിലിമിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പിന്നെ അതങ്ങ് പോകും, പിന്നെ നമ്മളതങ്ങ് പങ്കിട്ടെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത് ആ ഒരു ഇതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നമ്മളൊരു അപരിചിതന്റെ അടുത്ത് തൊട്ടുപുറത്ത് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി പരിചയമുള്ളവർ തന്നെ വന്നിരുന്നാൽ നമ്മുടെ ഏരിയയുടെ അടുത്ത് ഇപ്പൊ നമ്മുടെ ഒരു ഏരിയയിലേക്ക് അവരവരുടെ ഒരു ഗ്ലാസ് ഒന്ന് നീക്കി വെക്കുകയോ അവരൊരു പാത്രം ഇങ്ങോട്ടൊന്ന് നീക്കി അടുത്തോട്ടായി പോവുകയോ ഒക്കെ ചെയ്ത് അവരുടെ ഒരു ഇത്തിരി ടെറിട്ടറി ഇങ്ങോട്ടൊന്ന് കയറിയാൽ നമുക്ക് അസ്വസ്ഥത വരും, നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് എന്തോ ഒരു ടെറിട്ടറി നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതല്ലാത്ത സ്ഥലത്താണെങ്കിൽ കൂടി നമ്മൾ ചെറിയൊരു ടെറിട്ടറി ഉണ്ടാക്കാറുണ്ട്. ഇതെല്ലാം അദ്ദേഹം വളരെ സസൂക്ഷ്മം വാച്ച് ചെയ്തിട്ട് നമുക്ക് പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. വളരെ ക്യൂരിയസ് ആയിട്ട് വളരെ രസകരമായ കുറെ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് ഉടനീളം മനസ്സിലാക്കുന്നത് പല പ്രവണതകളും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് നമ്മൾ കേട്ടു. ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന വാക്ക് പോലും ശരിക്കും കോയിൻ ചെയ്തത് ഡസ്റ്റിൻ മോറിസ് ആണെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 97 വയസ്സുള്ള അദ്ദേഹം വളരെ വലിയ ഒരു പീരീഡാണ് അദ്ദേഹം പല സംഭാവനകളും ശാസ്ത്രത്തിന് തന്നിട്ടുള്ളത്. അപ്പം ബോഡി ലാംഗ്വേജ് മാത്രമല്ല, സ്റ്റിമുലസ് സ്ട്രഗിൾ എന്നൊരു വാക്കും കൂടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. സ്റ്റിമുലസ് സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സ്റ്റിമുലസ്, നമുക്കൊരു സ്ട്രഗിൾ ഉണ്ടാവും. ഒരു സ്റ്റിമുലസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അകത്തൊരു ഭയങ്കര അഭിവാഞ്ചം ഉണ്ടാവും. നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അത് മൃഗങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ നമ്മൾ വളർത്തുന്ന ഒരു നായ്ക്കുട്ടിയായിരിക്കും, ഒരു നായായിരിക്കും. അപ്പം അതിന് നമ്മൾ ചിലപ്പോൾ ഒരു പന്ത് എറിഞ്ഞു കൊടുത്താൽ ആ പന്ത് അത് ഓടിപ്പോയി പിടിച്ചെടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് തരും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രേയെ പിടിക്കുന്ന പോലെ, ഒരു ഇരയെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ടാണ് അത് കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന പോലെയൊക്കെ ഇട്ടൊന്ന് ആക്കിയിട്ട് തിരിച്ച് നമ്മളെ കൊണ്ടുതരുന്നത്. അത് വീണ്ടും എന്താണ്, അതിന് ആ സ്റ്റിമുലസ് വേണം. അല്ലെങ്കിൽ അത് ബോറടിച്ച് വളരെ കുറഞ്ഞ കൺഫൈൻഡ് ആയ ഒരു സ്ഥലത്തിരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് വീണ്ടും എടുക്കുന്ന ഒരു സ്റ്റിമുലസ് സ്ട്രഗിൾ മൃഗങ്ങളിൽ കാണാം. അപ്പൊ അത് കേജ്ഡ് ആയിട്ടുള്ള പല സൂവിലൊക്കെ ഈ ഒരു സ്റ്റിമുലസ് കിട്ടാതെ വിഷമിക്കുന്ന ജന്തുക്കളെ പറ്റി മോറിസ് പറയുന്നുണ്ട്. അത് ഹ്യൂമൻ സൂ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ അതില് അദ്ദേഹം കാണിക്കുന്ന ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആൾക്കാർ റിട്ടയർമെന്റ് സമയമൊക്കെ ആകുമ്പോൾ പറയാം, എനിക്കിനി റിട്ടയർ ചെയ്തിട്ട് വേണം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ. ആ റിട്ടയർമെന്റിന് ശേഷം റെസ്റ്റ് എടുക്കാം എന്ന് കരുതുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു റെസ്റ്റ് എന്ന് പറയുന്നത് അവരെ പലപ്പോഴും രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും പല പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. അപ്പം ആ ഒരു കാര്യം ഒരിക്കലും നല്ലതല്ല എന്ന് ഡസ്റ്റിൻ മോറിസ് പറയുന്നുണ്ട്. നമ്മൾ ആസ് പ്രാക്ടീഷണേഴ്സ് നമ്മൾ ദിവസം കാണുന്നതാണിത്. ഐഡിയലായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പല രോഗങ്ങൾ വരുന്നതായിട്ട് കാണാം. വളരെ ആക്റ്റീവായിട്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് അനങ്ങാതായി ഇരിക്കുമ്പോൾ
അവരെന്തിന്റെ കാര്യത്തിലായാലും അനങ്ങാതിരിക്കുന്നത് നല്ലതല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ആക്ടിവിറ്റി എപ്പോഴും നമുക്ക് ആവശ്യമാണ്. സ്റ്റിമുലസ് നമുക്ക് വേണം, അല്ലെങ്കിൽ അത് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ ചിലപ്പോൾ ഒരു ഹൗസിൽ ഒരു വീട്ടമ്മയായിരിക്കാം. വീട്ടമ്മയ്ക്ക് വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ ചിലപ്പോൾ വലുതായി കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ഒരു ഐസൊലേഷനിലേക്ക് പോവുകയോ ഒറ്റയ്ക്കാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ബോർഡം തീർച്ചയായിട്ടും അവർ മാറ്റാനായിട്ട് പലതരത്തിലുള്ള ലെറ്റ് ഔട്ടുകൾ, വെന്റ് കണ്ടുപിടിച്ചില്ലെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന് മോറിസ് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഈ ബോഡി ലാംഗ്വേജ് നമ്മളെ മോറിസ് പലപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് പീപ്പിൾ വാച്ചിങ് എന്ന് പറയുന്ന, മാൻ വാച്ചിങ് എന്നായിരുന്നു ആദ്യം ആ പുസ്തകത്തിന് പേരിട്ടിരുന്നത്. പിന്നത്തെ റീപ്രിന്റിലൊക്കെ അത് പീപ്പിൾ വാച്ചിങ് എന്നാണ് അറിയുന്നത്. അപ്പൊ പീപ്പിൾ വാച്ചിങ് അതില് ശരിക്കും അദ്ദേഹം ബോഡി ലാംഗ്വേജിന്റെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ബോഡി ലാംഗ്വേജ് നമുക്ക് പഠിക്കുന്നതിനോടുകൂടി ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ബോഡി ലാംഗ്വേജ് പഠിക്കുമ്പോൾ പലപ്പോഴും ഒരു പോലീസ് സേനയാണ് ഇത് പഠിക്കുന്നതെങ്കിൽ അവർക്ക് കള്ളന്മാരെയൊക്കെ പിടിക്കാനും അവരെ ആരെങ്കിലും ഡിസീവ് ചെയ്ത് സംസാരിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ആയിട്ടുള്ള വലിയ കഴിവ് ഉണ്ടാവും. അപ്പം ശരിക്കും ഈ ഒരു കഴിവ് നന്നാക്കി എടുക്കാനും ആർജിക്കാനും ഒക്കെ ബോഡി ലാംഗ്വേജ് പഠിക്കുന്നത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു ബേർഡ് വാച്ചർ ശരിക്കും പറഞ്ഞാൽ ബേർഡ്സിനെ പറ്റി പഠിക്കുന്നത് ബേർഡ്സിന്റെ പല തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെയാണ്. പക്ഷേ ആ ബേർഡ് വാച്ചിങ് പഠിച്ചെന്ന് വെച്ചിട്ട് അത് മിസ്യൂസ് ചെയ്യാൻ ഒരിക്കലും ഒരു ബേർഡ് വാച്ചർ ശ്രമിക്കില്ല. ആ ഒരു ബേർഡ് വരുമ്പോൾ അതിനെ വെടിവെച്ചിടാനല്ലോ അവർ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും ഒരു മനുഷ്യന്റെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവന്റെ പല ചോദനകളും മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്റിമേറ്റ് ഈ നേക്കഡ് ഏപ്പിനകത്താണെന്ന് തോന്നുന്നു, അതോ ഇന്റിമേറ്റ് ബിഹേവിയർ ആണോ, അദ്ദേഹം പറയുന്നുണ്ട് ഒരു രണ്ട് കമിതാക്കൾ ആദ്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ അവര് കണ്ണും കൂടെ നോക്കിയിട്ടാണ് അവർ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് മുന്നോട്ട് പോകണമെന്ന്. ചിലപ്പോൾ ഒരു മനുഷ്യന് ഒരാളെ ഒരു ലേഡിയെ ആദ്യം കാണുമ്പോൾ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടെങ്കിൽ അപ്പം തന്നെ കണ്ണെടുത്ത് മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു റിലേഷൻ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന സീക്വൻസ് ഒക്കെ അദ്ദേഹം വളരെയധികം ഒബ്സർവ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഡോക്ടേഴ്സ് ആയപ്പോൾ നമുക്ക് ഹോമിയോപ്പത്തിക് ഡോക്ടേഴ്സ് ആണ് ഇത് മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും ക്യൂറേറ്റീവായിട്ടും ആൾക്കാരെ മനസ്സിലാക്കാനും ഒക്കെ അവരുടെ ഒരു പിക്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പം ഇങ്ങനെയുള്ള കുറെ ഫൈൻഡിങ്സ് ഈ പുസ്തകത്തിൽ ഉടനീളമുണ്ട്. അതുപോലെ മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ ശരിക്കും പറഞ്ഞ മൃഗവാസനകൾ പലതും ഉള്ളിലൊതുക്കുന്ന ഒരു സ്പീഷീസ് ആണ്. മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ ഒരു സ്പീഷീസ് ആണ്. അപ്പം അതിന്റെ പഠനങ്ങളാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഉടനീളമുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പുസ്തക പരിചയത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം അദ്ദേഹത്തിന്റെ ബേബി വാച്ചിങ് ആണ്. ഈ പുസ്തകം നിങ്ങളൊക്കെ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ടതാണ്. അത് ശരിക്കും മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ അതിനകത്ത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ വിശദമായി നടത്തുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വിശദമായി നടത്തുന്ന ഒരു കമ്പാരിസനകത്ത് ഏറ്റവും കൗതുകരമായി അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു ജിറാഫ് അതിന്റെ കുഞ്ഞിനെ, ഒരു 7 അടിയോളം നീളമുള്ള കുഞ്ഞിനെ, അത് ഒരു തരത്തിലുള്ള മറ്റ് സഹായവും ഇല്ലാതെ പ്രകൃതിയിൽ അങ്ങ് പ്രസവിച്ചിടുക ചെയ്യുന്നത്. അത് നിലത്ത് വീണ ഉടൻ തന്നെ ആ കുഞ്ഞ് പെട്ടെന്ന് തന്നെ റിഗിൾ ചെയ്ത് ചാടി എഴുന്നേറ്റ് ഓടുന്നത് നമുക്കൊക്കെ അറിയാം. പശുക്കളാണെങ്കിലും ഒക്കെ നമുക്കറിയാം. അങ്ങനെ പ്രസവിച്ച് പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് അത് ഓടി നടക്കുന്ന ഒരിതാണ് കാണാറുള്ളത്, അല്ലേ? എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ അതിന്റെ കുഞ്ഞിന് അതിന്റെ പ്രകൃതിയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ കഴിവുകളും പ്രകൃതി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു പൂച്ച കുറെ കുട്ടികളെ പ്രസവിക്കുന്നതാണെങ്കിൽ തന്നെ 6-7 കുട്ടികളെയൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു വലിയ ഒരു പെയിനും കാണാതെ ഇല്ലാതെ തന്നെ പ്രസവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വേറൊരു കാര്യം മോറിസ് ഒബ്സർവ് ചെയ്തത്, ഇപ്പൊ ഒരു പശുവോ അല്ലെങ്കിൽ ഒരു കുതിരയോ എങ്ങാണോ അതിന്റെ കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ നേരം ആ ഒരു പശുവിനോ അല്ലെങ്കിൽ കുതിരയ്ക്കോ ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ ഒരു ശല്യം അല്ലെങ്കിൽ വെളിച്ചമോ അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു പ്രകൃതിയോ ആണ് ചുറ്റുമെങ്കിൽ അതിന്റെ പ്രസവം അതിന് നീട്ടാൻ പോലും കഴിയും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ മതി, അല്ലെങ്കിൽ രാത്രി ആവുമ്പോൾ പ്രസവിക്കാം, ഇരുട്ടാവട്ടെ, ശബ്ദം കുറഞ്ഞിട്ട് പ്രസവിക്കാനൊക്കെ അതിന്റെ പ്രസവം നീട്ടാനായിട്ട് പോലും ഈ ജീവികൾക്ക് ജീവകലത്തിന് പറ്റാറുണ്ട്.
പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയാണോ? മനുഷ്യന്റെ ഒരു മനുഷ്യ സ്ത്രീ പ്രസവിക്കുന്നത് ഒരു വലിയ ഇവന്റ് ആണ് അല്ലേ? അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഇപ്പൊ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുപോലെ, അല്ലെങ്കിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളിലേക്കാണ് ഇപ്പൊ അത് പോകുന്നത്. വലിയൊരു സംഭവമാണിത്. വലിയ കാര്യങ്ങളും ചെക്കപ്പുകളും പിന്നെ ആ പ്രസവത്തിന്റെ സമയത്ത് ഉള്ള ഒരു ബഹളവും. അപ്പം ഒരു ആംബുലൻസിലൊക്കെ നമ്മൾ പെട്ടെന്ന് പ്രസവത്തിനൊക്കെ പോകേണ്ടതായിട്ടൊക്കെ ഉള്ള ഘട്ടം പോലും പലപ്പോഴും മനുഷ്യ സ്ത്രീക്ക് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ ഒരു പ്രസവത്തിന് ഒരു മനുഷ്യ സ്ത്രീ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴും ആശുപത്രികളിലാണ്. ആശുപത്രികളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗവും കഷ്ടപ്പാടും വേദനയും പ്രശ്നങ്ങളും എല്ലാം ആയിട്ട് രോഗത്തിന് പോകുന്ന സ്ഥലത്താണ് സത്യത്തിൽ പ്രസവിക്കാനും പോകുന്നത്. അപ്പൊ ശരിക്കും ഒരു നോർമലായിട്ട് വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രസവാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു കെയർ ഒക്കെ വേണ്ട ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷെ ഒരു സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ആശ്വാസമാകുമെന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നതെങ്കിലും പഴയ ട്രൈബൽ വുമണിലും പഴയ കാലത്തെ പ്രസവങ്ങളിലും ഒക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയ മോറിസ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തരുന്നത് ശരിക്കും പഴയ കമ്മ്യൂണിറ്റികൾ ശരിക്കും വളരെയധികം പരിജ്ഞാനമുള്ള, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ തന്നെ മുന്നേ ഒരുപാട് പ്രാവശ്യം പ്രസവിച്ചിട്ടുള്ള ഒരു ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ പല തവണ പ്രസവിച്ചിട്ടുള്ള അമ്മമാരെല്ലാവരും കൂടെ ആയിരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഒരു സ്ത്രീകളുടെ എല്ലാം ഒരു ചുറ്റുമുള്ള ഒരു സഹായം, ഒരു സഹകരണം, അവരുടെ ഒരു കരുതൽ, ഇതൊക്കെ ആ ഒരു പ്രസവത്തെ സഹായിക്കുകയും ആ സ്ത്രീക്ക് സുഖമായി പ്രസവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കുതിര പ്രസവിക്കാൻ നേരം അതിന് വേണ്ടപ്പോൾ അതിന് പ്രസവിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ഒരു സ്ത്രീക്ക് അത് ഒരു ഭയങ്കര ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഒക്കെ ആകുമ്പോൾ ഈ വജീനസ്മസ് ഒക്കെ വന്നിട്ട് അപ്പൊ അത് പെട്ടെന്ന് അത് പ്രസവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ എത്ര സുരക്ഷിതമാണെന്ന് തോന്നിയാലും ഒരു ഏലിയൻ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അവർ ചെല്ലുന്നത് അല്ലേ? ഹോസ്പിറ്റലിന്റെ ഒരു ഇതിലാണ് ചെല്ലുന്നത്. അപ്പം മോറിസ് കമ്പാരിറ്റീവ്ലി പറയുന്നത് ഇത് ആവശ്യമാണ്, അത് നല്ലതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എങ്കിലും ഇത് പലപ്പോഴും ആൾക്കാരെ ഈ ആ മനുഷ്യ സ്ത്രീയുടെ പ്രസവത്തെ ബുദ്ധിമുട്ടിക്കാറുണ്ട് പലപ്പോഴും. ഇത് മോറിസിന്റെ ഒബ്സർവേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രസവം എന്ന് പറയുന്നത് ശരിക്കും ഒരു ബെഡിൽ കിടന്നിട്ട് ഉള്ള ഒരു പ്രസവമാണ് എപ്പോഴും സ്ത്രീകൾ എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു ബെഡിൽ കിടന്നിട്ട് ചെയ്യുന്ന പ്രസവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഏറ്റവും ബെസ്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് തന്നെ മോറിസിന്റെ അഭിപ്രായത്തിൽ സ്ക്വാട്ടിംഗ് ആണെന്നാണ്. അപ്പൊ ആ സ്ക്വാട്ടിംഗ് ആണ് ശരിക്കും സ്ത്രീയെ സഹായിക്കുന്നത്. ഈജിപ്ഷ്യൻ പല ചിത്രങ്ങളിലും പഴയകാല ഇതിൽ നിന്നൊക്കെയാണ് അദ്ദേഹം ആ ഗവേഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. സ്ക്വാട്ടിംഗ് ആ പുഷ് ചെയ്യാനും ഒക്കെ സ്ത്രീയെ വളരെയധികം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ പോയിന്റ്സ് അദ്ദേഹം, അപ്പം ഒരു ട്രൈബൽ മദറിന്റെ മസ്കുലിനിറ്റി നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ആർക്കില്ല, അവർക്ക് ആ മസ്കുലേച്ചറും അവരുടെ ആ കഴിവുകളും ഇല്ല. അപ്പം മാത്രമല്ല ആ ഒരു വലിയ പിന്നെ ഇപ്പോഴത്തെ ഒരു പരിണാമത്തിലൂടെ നേരെ നടന്നു തുടങ്ങിയ ഒരു മനുഷ്യ സ്ത്രീയുടെ ബർത്ത് കനാൽ ആ പെൽവിക് കേർഡിലെല്ലാം ചെറുതായതുകൊണ്ട് ഈ പുറത്തേക്ക് വരാൻ, കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന മറ്റ് ജന്തുക്കളെ പോലെ അത്ര ഈസി ആയിട്ട് പുറത്തു വരാനായിട്ട് പറ്റില്ല കുഞ്ഞിന്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ആ ബുദ്ധിമുട്ടും ഒക്കെ അദ്ദേഹം അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ഈ പുതുയുഗത്തില് പുതിയ ലോകത്തില് പല ഹോസ്പിറ്റലുകളിൽ ഇപ്പം ഹസ്ബൻഡിനെ, അച്ഛനാവാൻ പോകുന്ന ആളെ ഹസ്ബൻഡിനെ പ്രസവ സമയത്ത് അടുത്ത് അനുവദിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം അതും പറയുന്നുണ്ട്. ശരിക്കും അതൊരു നല്ല കാര്യമാണ്. ഒരു ഫീൽ ഓഫ് കംഫർട്ട് ആ സ്ത്രീക്ക് കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നതെങ്കിലും പലപ്പോഴും ഇത് ദോഷമാണ് ചെയ്യാറുള്ളത്. കാരണം ഈ പുരുഷൻ ഒരിക്കലും ഒരു പ്രസവം എന്തെന്ന് അറിയത്തില്ല, കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അയാൾ അതിനേക്കാളും കൂടുതൽ ആകാംക്ഷയാവുകയാണ് ചെയ്യുന്നത്. വലിയ സ്ട്രെസ്സും ടെൻഷനും ആവും. കാരണം ഹോസ്പിറ്റലാണ്, അകത്തൊരു ഓപ്പറേഷൻ തിയേറ്റർ ആണ്, അതിനകത്ത് കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു പാനിക്. ഈ പാനിക് തീർച്ചയായും ഈ സ്ത്രീക്ക് പകരുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യം ഒരുപാട് കാര്യങ്ങളിലൂടെ നോക്കിയിട്ട് ഈ പാനിക് പകരുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പം വീണ്ടും നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ഒരുപാട് സ്ത്രീകളൊക്കെ ഉള്ള പരിചയബദ്ധരായ ആൾക്കാരുടെ ഇടയ്ക്കുള്ള പ്രസവമാണ് ഏറ്റവും നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആണ് പിന്നെ നമ്മളെ അദ്ദേഹം കൊണ്ടുപോകുന്നത്.
പ്രസവ സമയത്ത് ഒരു ആശുപത്രിക്കകം വളരെയധികം ശബ്ദ മുഖരിതമായിരിക്കും. വളരെ വലിയ ശബ്ദം, തീക്ഷ്ണമായ പ്രകാശം. ഒരു മനുഷ്യ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ഉദരത്തിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡില് പ്രത്യേകതരം ശബ്ദങ്ങളൊക്കെ ശ്രവിച്ച് ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഒരു തഴുകളിലൊക്കെ ആ സുരക്ഷിതത്വത്തിൽ ബൗൺസ് ചെയ്ത് കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ പ്ലാസന്റിൽ നിന്ന് തന്നെ കിട്ടുന്ന, അല്ല അമ്മയിൽ നിന്ന് തന്നെ അംബിലിക്കൽ കോഡിലൂടെ കിട്ടുന്ന കറക്റ്റ് പോഷകങ്ങളും ഓക്സിജനും ഒക്കെ കിട്ടിക്കഴിയുന്ന കുഞ്ഞിനെയാണ് ആ കൃത്യസമയമാകുമ്പോഴത്തേക്ക് വികറസ്ക് ആയിട്ടുള്ള കോൺട്രാക്ഷനിലൂടെയൊക്കെ പ്രസവത്തിലൂടെ കുഞ്ഞ് വെർണിക്സ് കാസിയോസിലേക്ക് തെന്നി ആ ഗ്രീസി ആയിട്ടുള്ള ഇതിലൂടെ ജനിക്കുന്നത്. ആ ജനിക്കുമ്പം ഉണ്ടാവുന്ന ആ സമയത്ത് മോറിസ് ആലോചിക്കുന്നു, നമ്മളോട് ചിന്തിക്കാൻ പറയുന്നു. അത്ര ഭയങ്കരമായ ലൈറ്റും ശബ്ദത്തിലുമാണ് ആ കുഞ്ഞ് വന്ന് വീഴുന്നത്. അപ്പം ആസ് പ്രാക്ടീഷണേഴ്സ് നമുക്ക് നന്നായിട്ട് അറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ എപ്പോഴും തന്നെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ അവരെ അലട്ടുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ കുഞ്ഞെന്ന് പറയുന്നത് ആദ്യമായി ജനിച്ച് ആദ്യമായി ഭൂലോകത്ത് വരുന്ന കുഞ്ഞ് ആ ശബ്ദങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തു വരുമ്പം ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പെട്ടെന്ന് ഇത് എടുക്കുന്നു. കുഞ്ഞിന്റെ പിന്നെ എന്താ പറയുന്നത്, അതിന്റെ വൈറ്റാലിറ്റി എല്ലാം കറക്റ്റ് ആണോ, അത് വൈറ്റൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നല്ലതായിട്ട് ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ്. കുഞ്ഞിനെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ മുതുകത്ത് പാറ്റ് ചെയ്യുന്ന ഒരു കസ്റ്റം തന്നെ ഉണ്ട്. ഇപ്പം പാറ്റ് ചെയ്ത് ശ്വാസം കിട്ടുന്നു, ശ്വാസം വലിക്കാനായിട്ട് പ്രേരിപ്പിക്കും, കരയാൻ പ്രേരിപ്പിക്കും. എന്നിട്ട് പെട്ടെന്ന് അതിന്റെ ദേഹത്തെ ഗ്രീസി ആയിട്ടുള്ള വെർണിക്സ് കാസിയോസ് ഒക്കെ തുടച്ചു മാറ്റിയിട്ട് പെട്ടെന്ന് കുഞ്ഞിനെ കഴുകാൻ നോക്കും. എന്നിട്ട് ഡ്രസ് ഇടിക്കാൻ നോക്കും. അതുപോലെ തന്നെ അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഇവന്റ് അപ്പൊ ആ സമയത്ത് നടക്കുകയാണ് ചെയ്യുന്നത്. അതും മോറിസ് പറയുന്നു, അമ്മയുടെ പൊക്കിൾ കൊടിയുടെ നീളം ഏതാണ്ട് 7 മുതൽ 48 ഇഞ്ച് വരെ ഉണ്ട്. ആവറേജ് ഒരു 20 ഇഞ്ചസ്. അത് ശരിക്കും പറഞ്ഞാൽ അപ്പോഴും ഈ പ്രസവം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോളം അതിനകത്തുള്ള വൈറ്റൽ ബ്ലഡും അതിനകത്തുള്ള വൈറ്റൽ ന്യൂട്രിയൻസും എല്ലാം കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കട്ട് ചെയ്ത് ക്ലാമ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇത് കുറച്ചൊന്ന് വൈകിപ്പിക്കുകയും അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ആ പ്രസവ സമയത്തുള്ള അറ്റ്മോസ്ഫിയർ ലൈറ്റൊക്കെ ഒന്ന് അണച്ച് ശബ്ദമൊക്കെ ഒന്ന് കുറച്ച് ആക്കണമെന്നൊക്കെയുള്ള ഒരു പിന്നെ അഭ്യർത്ഥന, മീൻസ് അദ്ദേഹത്തിന്റെ ഒരു ചിന്ത ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള ഒരു ഇവന്റ് ആണ് അപ്പോൾ അവിടെ നടക്കുന്നത്. വളരെ പ്രശസ്തമായ ഒരു വചനമാണ്, എവരി ബേബി ബോൺ ഇൻ ദ വേൾഡ് ഈസ് എ ഫൈനർ വൺ ദാൻ ദ ലാസ്റ്റ്. അങ്ങനെ ജനിച്ച് വരുന്ന ഒരു കുഞ്ഞ് ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു സൃഷ്ടിയായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ആ കുഞ്ഞ് ശരിക്കും പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് എത്ര നേരം നമുക്ക് കുഞ്ഞിന്റെ കാഴ്ചയെ പറ്റിയാണ് അദ്ദേഹം പിന്നെ പറയുന്നത്. എത്രത്തോളം കുഞ്ഞ് കാണാൻ പറ്റും. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം കുഞ്ഞുങ്ങൾ കണ്ണ് തുറന്ന് തന്നെ ഇരിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾ ഒരു വലിയ നീണ്ട ഉറക്കത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതും മോറിസ് പറയുന്നു, ശരിക്കും വലിയ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഈ അംബിലിക്കൽ കോഡെല്ലാം കട്ട് ചെയ്ത് ഇതെല്ലാം ലേബലൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ അമ്മയുടെ അടുത്ത് അപ്പൊ തന്നെ അത്രയും വലിയ കോഡ് തന്നെ കിട്ടിയേക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ കിടത്തി അമ്മയുടെ ഹൃദയമിടിപ്പ് കേൾക്കുകയും അമ്മയ്ക്കൊന്ന് കാണാൻ പറ്റുകയും ഈ കണ്ണ് തുറന്നിരിക്കുന്ന കുഞ്ഞിന് അപ്പോ ശരിക്കും അമ്മയെ നോക്കാനും ഒന്ന് പറ്റുമെന്നാണ്. മീൻസ് കുഞ്ഞിനെ കണ്ണ് കാണാൻ പറ്റുമോ ആ സമയത്ത്? 7 മുതൽ ഏതാണ്ട് 12 ഇഞ്ച് വരെയും കുഞ്ഞിന് കാഴ്ചയുണ്ട്. അപ്പൊ കുഞ്ഞിന് അതൊന്ന് കാണാനായിട്ട് പറ്റും, അമ്മയെ ഒന്ന് നോക്കാൻ പറ്റും. അമ്മയുടെ അടുത്ത് മനസ്സിലായില്ല, അമ്മയ്ക്ക് അവര് തമ്മിലുള്ള ബോണ്ടിങ്ങിന് അത് വളരെ ആവശ്യമാണെന്നാണ്. പക്ഷെ അതപ്പോൾ ക്ലാമ്പ് ചെയ്ത് വലിയ തിരക്കിലുള്ള ഹോസ്പിറ്റലുകളിൽ അവരെ എല്ലാം വേറെ വേറെ ക്രാഡിൽസിലെല്ലാം ഇട്ട് മാറ്റുക ചെയ്യുന്നത്. അപ്പൊ കോണ്ടാക്ട് എത്രയും നേരം അമ്മയുടെ അടുത്ത് കിടന്ന കുഞ്ഞിന്റെ അകത്തുണ്ടാവുന്ന ഒരു ഷോക്ക്, ഇത് ഭയങ്കര ഒരു ഇൻസെക്യൂർ ആയിട്ട് കുഞ്ഞിനെ മാറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ വന്നൊരു കുഞ്ഞിനെ അമ്മയാണ് കാണിക്കുന്നത്. കുഞ്ഞിന്റെ കാഴ്ചയെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം ഇത് കണ്ടിട്ട്.
ഫോട്ടോ ആണോ ചിച്ച എന്താ ചിച്ച ചിച്ച എനിക്ക് വയ്യ നല്ല ചിരിയായിരിക്കും. ഓ ഓ ഓ ഓ ഓ എന്ത് ഈ കാഴ്ചയിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, കുഞ്ഞുങ്ങളുടെ കണ്ണെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 10-12 ഇഞ്ച് വരെ അവർക്ക് കാഴ്ചയുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് ബൈനോക്കുലർ വിഷൻ അവർക്കില്ല. അതിന് കാരണം തന്നെ അത്രയും ദൂരെയുള്ള ഒബ്ജക്ട്സ് വളരെ ക്ലിയർ ആയിട്ട് കണ്ട കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഭയം ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഉള്ളത് കൊണ്ടും കൂടെ ആകാം പ്രകൃതി അവർക്ക് വളരെ കുറച്ച് കാഴ്ചയെ കൊടുക്കുന്നുള്ളൂ. അതുപോലെ നിശ്ചലമായി നിൽക്കുന്ന ദൃശ്യങ്ങളല്ല കുഞ്ഞിന്റെ കണ്ണ് സാധാരണ ഫോക്കസ് ആവുക, കുറച്ച് അനങ്ങുന്ന ഇതിലാണ്. അപ്പൊ അമ്മയുടെ ആ ഒരു കൂയിങ്ങും അവരുടെ ആ ശബ്ദവും അവരുടെ കൊഞ്ചലും ഒക്കെ ഇപ്പൊ ഇതിനകത്ത് നമ്മളിത് കാണാൻ നമുക്ക് പറ്റും. വളരെ അടുത്താവുമ്പോൾ അത് ഭയങ്കര അമ്മയുടെ ആ ചലനങ്ങളും അമ്മയുടെ സംസാരവും ഒക്കെ ആ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അനങ്ങുന്ന രീതിയിലുള്ള സംസാരം എപ്പോഴും കുഞ്ഞിനെ ഇഷ്ടപ്പെടുത്തും. അപ്പം കുഞ്ഞിന്റെ അടുത്തുള്ള ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ മിക്കവാറും അച്ഛനായാലും അമ്മയായാലും അവരുടെ അടുത്തുള്ള ബന്ധുക്കളായാലും ആരെയാണെങ്കിലും ഈ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ കുഞ്ചിക്കുന്നതും റോക്ക് ചെയ്യുന്നതും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അതവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതാണ്ട് 9 മാസത്തോടെ ഒരു ബൈനോക്കുലർ വിഷൻ ഒക്കെ അവർക്ക് കിട്ടിത്തുടങ്ങും. ആ ബൈനോക്കുലർ വിഷൻ ഒക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ അവർക്ക് ഭയവും തുടങ്ങും. കാരണം പരിചിതമില്ലാത്ത മുഖങ്ങൾ അവർക്ക് പേടിയാവും, ഒരു കരയും. അപ്പോഴാണ് അവർ കുറച്ചും കൂടെ കൂടുതൽ ഓവർലി റിയാക്ട് ആവുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻസും ഹോമിയോപ്പത്തിക് ഇന്റർവെൻഷനും ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന സമയമാണ്. കാരണം നമുക്കറിയാമല്ലോ ചമോമില ബേബി എങ്ങനെയാണെന്നും ബർസാറ്റില ബേബി എങ്ങനെയാണെന്നും ഒക്കെയുള്ള വേർതിരിച്ചറിയാനും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഈ ഒരു കാഴ്ച ഹൗ വെൽ ക്യാൻ ബേബി സി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ അതിനകത്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ഈ കാഴ്ചകളുടെ എത്രത്തോളം കാണാൻ പറ്റും, എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഡോക്ടർ ഡസ്റ്റിൻ മോറിസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആ ബർത്ത് കനാലിലൂടെ കുഞ്ഞ് പുറത്തു വരുമ്പം തലയിലെ സോഫ്റ്റ് സ്പോട്സ് നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ നമുക്ക് തലയിലെ ക്രേനിയൽ ബോൺസ് ഒന്ന് ഫ്യൂസ് ചെയ്യാതാണല്ലോ വരുന്നത്. അതിന് കാരണം തന്നെ ഇതാണ്, ഈ കനാല് വളരെ നാരോ ആണ്. അപ്പൊ ഇതെല്ലാം ഫ്ലോട്ട് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ ഒഴുകി നീങ്ങി മാറിയാൽ മാത്രമല്ലേ നമുക്ക് കുഞ്ഞിന്റെ തല പുറത്ത് വന്ന് കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് പുറത്തു വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ പലപ്പോഴും പുതിയ അമ്മമാർക്ക് ഈ തല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതും ഇങ്ങനെ ആ പൾസേഷൻ ഒക്കെ കാണുകയും അല്ലെങ്കിൽ ഈ തല ഇങ്ങനെ വല്ലാത്ത ഷേപ്പിലൊക്കെ തലയിരിക്കുന്നതൊക്കെ കണ്ടിട്ട് പേടിക്കുന്ന അമ്മമാരുണ്ട്. അപ്പം ഇത് ഫ്യൂസ് ആവാനുള്ള താമസത്തെ പറ്റിയും അതിന്റെ ഇടയ്ക്കുള്ള ഫൈബ്രസ് ടിഷ്യൂവിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ഹാർഡ്നെസിനെ പറ്റിയൊക്കെ അതിനകത്ത് മോറിസ് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാരലോഗ്രാം ഫേസിനെ പറ്റിയും പറയുന്നുണ്ട്. ഒരു പെറ്റ് പൊസിഷനിൽ കുഞ്ഞ് കുറച്ച് ദിവസം കിടന്നുറങ്ങി കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ പ്രത്യേക രീതിയിൽ തേമ്പി ഇരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്പിൽ തലയാവുന്നത്. അത് പക്ഷേ ഒരു വയസ്സ് 1.5 വയസ്സ് കഴിയുമ്പോൾ അത് മാറിക്കിട്ടുന്നത് നമുക്കറിയാം. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കേരളത്തിൽ വരുന്ന ഒരു പ്രതിഫലം എത്രയെന്നറിയാം? 30 കോടി. പ്രിയങ്ക. ഞാൻ ശബ്ദം മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സോഫ്റ്റ് സ്പോട്ട് ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്ട്രോങ് ആയിട്ട് അത് ഫ്യൂസ് ആവുന്നതും, അതുപോലെ നേറ്റൽ ടീത്തില് ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പല്ലായിട്ട് ജനിക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ചിലർക്ക് ഒരു പല്ല് കാണും, ചില വളരെ അപൂർവം 2 പല്ലുകൾ വരെ ജനിക്കുമ്പോൾ തന്നെ കാണാറുണ്ട്. അപ്പൊ ആ ടീത്ത് ആർക്കൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്നും ജൂലിയസ് സീസറിനും നെപ്പോളിയനും ഷേക്സ്പിയറിനും ഒക്കെ ഈ നേറ്റൽ ടീത്ത് ജനിച്ചപ്പോഴേ ഉള്ള നേറ്റൽ ടീത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അദ്ദേഹം ടീത്തിങ്ങിന്റെ ഒക്കെ പല പെക്യൂലിയാരിറ്റീസും അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം സാധാരണയായിട്ട് പല്ല് കിളിക്കുന്നത് കാണാറുള്ളത് ആദ്യമായിട്ട് കാണുന്നത് ഗേൾസിലാണെന്നും പെൺകുട്ടികളിലാണെന്നും കുറച്ച് കഴിഞ്ഞിട്ടാണ് ശരിക്കും ആൺകുട്ടികളിൽ അത് കാണുന്നത്. പക്ഷെ പല്ല് പൊഴിഞ്ഞു പോകുന്നതിൽ ആൺകുട്ടികളാണ് ആദ്യം വരുന്നത്. ഈ ഡെസിഡസ് ടീത്ത് പൊഴിയുന്ന സമയം പാൽപ്പല്ലുകൾ പൊഴിയുന്നത് ആൺകുട്ടികളിൽ ആദ്യവും പെൺകുട്ടികളിൽ പിന്നെയും കാണുന്നതായിട്ടും ഉള്ള ക്യൂരിയസ് കാര്യം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ശരിക്കും കുട്ടികൾക്ക് വളരെ നന്നായിട്ടുള്ള കേൾവിശക്തിയാണ് ജനിക്കുമ്പോൾ മുതലേ ഉള്ളത്. ഏതാണ്ട് കുഞ്ഞുങ്ങൾക്ക് 16 സൈക്കിൾസ് പെർ സെക്കൻഡ് മുതൽ 20,000 സൈക്കിൾസ് പെർ സെക്കൻഡ് വരെ കേൾവിയുണ്ട് കുഞ്ഞുങ്ങൾക്ക്.
ഏതാണ്ട് പ്യൂബർട്ടി ആവുമ്പോഴാണ് ആ കേൾവിയുടെ ശക്തി കുറഞ്ഞു വരുന്നത്, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴത്തേക്ക്. അതുപോലെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 60 വയസ്സുള്ള ഒരാൾ ഏതാണ്ട് 12,000 സൈക്കിൾസ് പെർ സെക്കൻഡ് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് തന്നെയും മോറിസ് ഒരു തമാശയായി പറയുന്നു, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വലിയ ഒരു മ്യൂസിക് സിസ്റ്റം അദ്ദേഹം ചിലപ്പം ഈ 60 വയസ്സുള്ള ഒരാള് കുറെ ജോലിയൊക്കെ ചെയ്ത് അത് വാങ്ങിക്കാന്ന് വെച്ച് കഴിയുമ്പോൾ ആ മ്യൂസിക് സിസ്റ്റം നന്നായിട്ട് ശരിക്കും ആസ്വദിക്കുന്നില്ല അദ്ദേഹത്തിന് ആ നോട്ട്സ് മൊത്തം കിട്ടുന്നില്ല ശരിക്കും. അപ്പൊ അതൊരു വലിയ സങ്കടമായിട്ട് മോറിസ് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ കാമാക്കുന്നതും സൂത്ത് ചെയ്യുന്നതുമായ കാര്യം എന്തായിരിക്കുമെന്നും നമുക്കൊന്ന് ആലോചിക്കാം. ഈ അമ്മ കുഞ്ഞിനെ ഒരു നെഞ്ചിൽ വെച്ചേക്കുന്ന ഒരു സഞ്ചിയിൽ തൂക്കിയിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി വളരെ കൂടുതലാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അവർ വളരെ അധികം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന പല കൾച്ചറുകളിലും ഇത് കാണുന്നുണ്ട്. ഇത് വളരെ റെയറായിട്ടാണ് ഞാനിവിടെ നാട്ടിൽ ഇങ്ങനെ അമ്മമാർ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും പല നാഷണലൈറ്റ്സും ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു കിട്ടുന്ന ഒരു കംഫർട്ടിങ്, ഈ കിട്ടുന്ന ഒരു ബോണ്ടിങ് അമ്മയുമായിട്ടുള്ള ഒരു ഇതും ആ കുട്ടികൾ വളരെയധികം സുരക്ഷിത ഭാവം ഉള്ളവരാവുക ചെയ്യുന്നത്. ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് തോന്നും ഇല്ല അങ്ങനെയല്ല, അവർ ഒറ്റയ്ക്ക് വിടുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെയല്ല, ഇവരെ നമ്മൾ കൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സെക്യൂരിറ്റി ഉള്ള ആൾക്കാരായി, വളരെ ധൈര്യമുള്ള കുട്ടികളായി മാറുന്നതായിട്ടാണ് കാണാറുള്ളത്. അങ്ങനെ മോറിസ് കുട്ടികളുടെ ഒരുപാട് കാര്യങ്ങൾ ഈ ബേബി വാച്ചിങ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കണ്ണിന്റെ വൈ ഡു ദ ഐസ് ഓഫ് ബേബീസ് ഹാവ് ലാർജ് പ്യൂപ്പിൾസ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അത് വളരെ ക്യൂരിയസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കുഞ്ഞുങ്ങളുടെ കണ്ണിന്റെ പ്യൂപ്പിൾസ് വലുതാണ്. അപ്പൊ അവരെ നോക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട്, നമുക്ക് വളരെ സ്നേഹമായിട്ടും അവരെ കഡിൽ ചെയ്യാനും നമുക്ക് എടുത്ത് താലോലിക്കാനും ഒക്കെ തോന്നുന്നതിന് കാരണം ഈ പ്യൂപ്പിൾസ് വലുതായതുകൊണ്ടാണ്. കണ്ണ് നിറഞ്ഞ് പ്യൂപ്പിൾസ് ഇരിക്കും. അപ്പൊ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വളരെയധികം നമുക്ക് ഇഷ്ടം തോന്നും. അപ്പൊ ഈ പ്യൂപ്പിൾസിന്റെ പ്രത്യേകതയുണ്ട്. അതല്ലാതെ നേക്കഡ് ടൈപ്പിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. പ്യൂപ്പിൾസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം ഒരു സുഹൃത്തിനെ കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒരു കമിതാവിനെ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ പ്യൂപ്പിൾസ് വലുതാവും. ഈ പ്യൂപ്പിൾസ് വലുതാവുന്നത് അടുത്ത ഈ മറ്റേ ഒരാള് ഒരു ഇണയ്ക്കോ ഒക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും, അവരുടെ കണ്ണിന്റെ പ്യൂപ്പിൾസും വലുതാവും. ഇതാണ് നമ്മളെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഒരു മറ്റൊരാൾക്ക് തോന്നിക്കുന്നത് എന്ന് മോറിസ് പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പല ഇൻഡസ്ട്രിയിലും, പല പരസ്യ മേഖലയിലൊക്കെ വലിയ പ്യൂപ്പിളുള്ള തരത്തിലുള്ള കോണ്ടാക്ട് ഐ ലെൻസുകൾ വെച്ചിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആ മോഡലിനെ വളരെ ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ ആ ഒരു കാര്യം എൻഡോഴ്സ് ചെയ്യാൻ, അവരൊക്കെ അത് വിറ്റഴിക്കാനായിട്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ സഹായിക്കും. അതാണ് ഈ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ഈ മാൻ വാച്ചിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പം ഈ പ്യൂപ്പിൾസ് ഇത്ര വലുതായി ഇരിക്കുന്നതുകൊണ്ടാണ് കുട്ടികളെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ആൻഡ് ഹൗ സ്ട്രോങ് ആർ ന്യൂ ബോൺ ബേബീസ്, അടുത്തൊരു ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നു കുഞ്ഞുങ്ങളുടെ പിടുത്തം, കയ്യിലുള്ള പിടുത്തം, ജനിച്ചു കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പിടുത്തം വളരെ സ്ട്രോങ് ആണെന്നാണ്. ആ ഗ്രാസ്പ് വളരെ കൂടുതലാണ്. പക്ഷേ 3-4 ആഴ്ച കഴിയുമ്പോൾ ആ ഗ്രാസ്പ് കുറയും. ആദ്യം ആ ഗ്രാസ്പ് വളരെ കൂടുതലാണെന്നാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ വിരൽ കൊടുക്കുകയാണെങ്കിൽ അവർ പിടിക്കുന്ന പിടി മറിഞ്ഞു വീണാൽ പോലും അത് നേച്ചർ അങ്ങനെ വെച്ചേക്കാണ്. പണ്ട് അങ്ങനെ വളരെ സൗകര്യത്തിലല്ലല്ലോ ഈ പ്രസവങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അമ്മ പിടിക്കാനുള്ള ഒരു കഴിവ് കുഞ്ഞുങ്ങൾക്ക് പ്രകൃതി കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ അമ്മമാർക്ക് ഒരു കൂട്ടം കുട്ടികൾ കിടക്കുന്ന സ്ഥലത്ത് സ്വന്തം കുഞ്ഞ് കരഞ്ഞാൽ അമ്മമാർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ള ഒരു ക്യൂരിയസ് കാര്യവും മോറിസ് പറയുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത്, ശരിക്കും കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ്, അതിനൊരു സമയമുണ്ടോ? ഒരു ടൈം വെച്ചിട്ടാണോ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ടത്? അതോ അതിനെ ഇടയ്ക്കിടയ്ക്ക് പാലൂട്ടുന്നതാണോ നല്ലത്? ശരിക്കും ഇടയ്ക്കിടയ്ക്ക് പാലൂട്ടുന്നതാണ് നല്ലത്. അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ടൈം വെച്ച് പാല് കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും
ബ്ലോട്ടിങ്ങും ശരിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ കൗട്ടലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കുകയാണെങ്കിലുള്ള ഗുണം അമ്മയ്ക്കും കുഞ്ഞുങ്ങളും ഉള്ള ബോണ്ടിങ് കൂടും. പിന്നെ അമ്മയ്ക്ക് പാല് കെട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഒരുപാട് പാല് കൂടുതൽ നിന്നിട്ട് ഒരുപാട് കുടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊരു വലിയൊരു കോൺട്രാസെപ്റ്റീവ് മെഷറായിട്ടാണ് പ്രകൃതി വെച്ചേക്കുന്നത്. അപ്പം പക്ഷെ അകലത്തിലെ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് തീർച്ചയായിട്ടും മെൻസ്ട്രേഷൻ നേരത്തെ തുടങ്ങുന്നതായിട്ടും ഈ കോൺട്രാസെപ്റ്റീവ് ഒരു ഫീച്ചർ കിട്ടാതാവുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും പഴയ കാലത്ത് ചെയ്തിരുന്ന രീതിയാണ് നല്ലതെന്നാണ് മോറിസ് പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് വളരെ നല്ലതാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കണം. കാരണം ഇതിനകത്ത് കുട്ടിക്ക് നമ്മുടെ മനുഷ്യ കുഞ്ഞിന് നീന്താനുള്ള കഴിവുണ്ടോ എന്നും മോറിസ് പറയുന്നുണ്ട്. അതും എനിക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നി. കാരണം ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നീന്താൻ പറ്റും. പക്ഷെ ഇതൊരു 4 ആഴ്ച ആയി കഴിഞ്ഞാൽ അക്കാര്യവും ട്വിൻഡിൽ ചെയ്യും, അത് കിട്ടില്ല, പിന്നെ അതാവത്തില്ല. അപ്പൊ അത് പക്ഷെ ഒരിക്കലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് അത്ര എളുപ്പമല്ല. പക്ഷെ അത് ശരിക്കും അങ്ങനെയുള്ള പിന്നെ 1920-കളിലൊക്കെ നടന്ന ഒരുപാട് ഗവേഷണത്തിൽ അതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് അവർക്ക് നീന്താനായിട്ട് പറ്റുന്നുണ്ട്, അഡാപ്റ്റേഷൻ അവർക്കുണ്ട്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ശരിക്കും ആ ഒരു അമ്യൂണിറ്റി ഫ്ലൂയിഡിലൊക്കെ കിടന്ന ഒരു ഇത് വെച്ചിട്ടാണോ എന്തോ പെട്ടെന്ന് ആ ഒരു കഴിവ് കുറച്ച് നേരം കൂടെ കിട്ടുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ശരിക്കും ഈ ബോഡി വാച്ചിങ്, മാൻ വാച്ചിങ്, നമ്മള് മറ്റ് ജന്തുക്കളും ഒക്കെ ആയിട്ട് നമ്മളെ കമ്പയർ ചെയ്യുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ടും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആർക്കും ഒരു എത്തോളജിസ്റ്റ് ആകാനായിട്ട് കഴിയും. ഒരു ഇത്തോളജിസ്റ്റ് ആവാൻ ഞാനും ശ്രമിക്കുന്നുണ്ട്. ഒരു ഹോമിയോപ്പത്ത് ആയതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കത് എളുപ്പമാണെന്നും എനിക്ക് ഉറപ്പാണ്. ഇത് എൻ്റെ ഗാർഡനിൽ ഒരു ബുൾബുൾ കൂട് വെച്ചിട്ട് 2 കുഞ്ഞുങ്ങളെ അത് മുട്ട ഇട്ട് അടയിരുന്ന് വിരിയിച്ച, അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പൊ അത് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു കൗതുകരമായ കാര്യം, ഈ ഓരോ പ്രാവശ്യം ബുൾബുൾ വന്ന് ഈ കിളികൾക്ക് തീറ്റ കൊടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കിളിക്കുഞ്ഞ് തീറ്റ കൊടുക്കുന്ന ഉടനെ തന്നെ അത് കാഷ്ടിക്കും. തീറ്റ വായിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കാഷ്ടിക്കും. ഈ കാഷ്ടിക്കും എന്നുള്ളത് ഇതിന് പെട്ടെന്ന് തന്നെ അറിയാൻ തോന്നുന്നു. ഇത് അപ്പം തന്നെ ആ കാഷ്ടം അതിന്റെ വായിലാക്കി ആ കൂട്ടിലൊന്നും ഒരു അഴുക്കാവാതെ ക്ലിയർ ചെയ്ത് അപ്പം തന്നെ പോകും. അപ്പൊ ഇതൊരു വളരെ കൗതുകമുള്ള ഒരു കാര്യം. ഞാനത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, പക്ഷെ ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് മനസ്സിലായത് അത് എൻ്റെ ഒരു എത്തോളജിയുടെ ഇതാണ്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം നിങ്ങളെ. താങ്ക്സ് ഫോർ വാച്ചിങ്. എനിക്ക് തോന്നുന്നു നമ്മൾ പുസ്തക പരിചയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പുസ്തകം പരിചയപ്പെട്ടതിന് ശേഷം കുറച്ചേറെ സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ ചർച്ചയ്ക്കുള്ള ഒരു സമയമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അത് ചർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വേറെ ഒരു ക്യൂറിയസ് വാക്ക് കൂടി മോറിസ് പിന്നെ കോയിൻ ചെയ്തിരുന്നു. ആ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതിന്റെ പേര് ബാഡ്ജസ് എന്നാണ്. ബാഡ്ജിങ് എന്ന് പറയും. ബാഡ്ജിങ് എന്ന് പറയുന്നത് ബാഡ്ജിങ് ഇപ്പൊ ഈ അടുത്ത് സമൂഹത്തിലെല്ലാം കാണാറുള്ളതാണ്. അതായത് ഒരു നീല കളറുള്ള മുടി കളർ ചെയ്ത ഒരാളെ ഇടിച്ചു എന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ആ നീല കളറുള്ള അയാളെ ഇടിച്ചു. അപ്പോൾ ഉടനെ പിന്നെ അടുത്ത ബാഡ്ജിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നീല കളറുള്ള ആൾക്കാരെ ഇടിക്കും. അവിടെ ഒരു നീല കളറുള്ള തലമുടിയും നീല ഇടിച്ചേക്കുന്ന ഒരാൾ നിൽക്കുന്നു. അയാൾ ആൾക്കാരെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളെ ഇപ്പൊ തന്നെ ഇടിക്കാം. അയാളെ ഇപ്പൊ തന്നെ ഇടിച്ചേക്കാം.
കാരണം മറ്റേ ആള് നീല കളറുള്ള മുടിയുള്ള ആള് ഒരാളെ ഇടിച്ചു. അതുകൊണ്ട് ഈ അപ്പുറത്തൂടെ പോകുന്ന ആ നീല കളറുള്ള മുടിയുള്ള ആളും ആൾക്കാരെ ഇടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് പറയുന്നത് നീല കളറുള്ള മുടിയുള്ള ആൾക്കാരെല്ലാം ആൾക്കാരെ ഇടിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ ആരെയും നമുക്ക് നേരെ നോക്കേണ്ടതില്ല. അവരെ എല്ലാവരെയും നമുക്ക് ഉന്മൂലനം ചെയ്യാൻ, അല്ല ഇടിച്ചേക്കാം, അവരെ കാണുമ്പോൾ തന്നെ ഇടിച്ചേക്കാം. ഇതൊക്കെ ഒരു ബാഡ്ജിങ് ആണ്. ഇത് സമൂഹത്തിലെല്ലാം കാണുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഇന്ററാക്ഷൻ റൗണ്ടിനുള്ള സമയമായി. ഹാൻഡ് റൈസ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. ഈ ഇത്തോളജിയുടെ ആസ്പെക്റ്റിൽ നിന്ന് ഹോമിയോപ്പത്ത് ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡ് സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫീൽഡ് സ്റ്റഡി നമ്മളല്ലാതെ തന്നെയും നല്ല ഹോമിയോപ്പത്സ് എല്ലാം ശരിക്കും ഒബ്സർവേഷൻ സ്കിൽസ് ഉള്ളവരാണ്. അപ്പം ഈ ഒരു ഫീൽഡ് സ്റ്റഡിയുടെ കൂടെ നമുക്ക് കൂടെ യോജിപ്പിക്കാൻ പറ്റുന്നത് വെദർ ഹീസ് ഫ്രം എ പ്ലാന്റ് കിങ്ഡം ഓർ ആനിമൽ കിങ്ഡം ഓർ ഫ്രം എ മിനറൽ കിങ്ഡം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് അനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കാനും നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡോക്ടർ E. ഫാരൻറ്റിന്റെ ക്ലിനിക്കൽ മെറ്റീരിയൽ മെഡിക്കലിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അടുത്ത വരും സമയത്ത് നമുക്ക് ഷോൾട്ടണും നമുക്ക് ഡോക്ടർ രാജശങ്കറിന്റെ പ്ലാന്റ് കിങ്ഡത്തെ പറ്റിയുള്ളതും എല്ലാം നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വാസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതുന്നു, ആഗ്രഹിക്കുന്നു. കൂടുതൽ സംസാരിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് ഈ കാര്യത്തിലേക്ക് ഒരു ഡിസ്കഷൻ ആകാം. പ്രബുദ്ധരായ ആൾക്കാരാണല്ലോ ഉള്ളത്. പുസ്തകങ്ങൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ഡെസ്മണ്ട് മോറിസിന്റെ പീപ്പിൾ വാച്ചിങ്. മോറിസിന്റെ നേക്കഡ് ഏപ്പിന്റെ പുസ്തകം കണ്ടിട്ടുണ്ടാവും, ദ ഹ്യൂമൻ സൂ. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ 20-25 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ബേബി വാച്ചിങ് എന്ന് പറയുന്ന ഈ പുസ്തകം വളരെ അധികം പ്ലേറ്റ്സ് ഒക്കെ ഉള്ള വളരെ മനോഹരമായ പുസ്തകമാണ്. ഒത്തിരി പ്ലേറ്റ്സ് ഒക്കെ ഉള്ള പുസ്തകമാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാം. ഇന്ററാക്ഷൻ റൗണ്ട് ശരിക്കും എനിക്ക് തോന്നുന്നു രാത്രി 10-10:15 അപ്പോൾ എല്ലാവരും ഉറങ്ങാനുള്ള ഒരു ഇതിലായിരിക്കും. ശരിക്കും ഇന്നത്തെ സെഷന്റെ പ്രത്യേകത തന്നെ വളരെ ഭയങ്കര ഒരു തലച്ചോറ് പുകയ്ക്കുന്ന സെഷനൊന്നും അല്ല. വളരെ സിമ്പിളായി വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് വായിച്ചിട്ട് എനിക്ക് വളരെയധികം ഒത്തിരി ചിന്തോദ്ദീപകങ്ങളായ ഒരുപാട് കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന പോലെ എപ്പോഴും ഈ സംസാരിക്കേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ വരുമ്പം ആൾക്കാർക്ക് സംസാരിക്കാനായിട്ട് അങ്ങോട്ടൊരു തോന്നലില്ലാതെ ആവുകയും ചെയ്യാം. കാരണം ഇതൊരു മനനം ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണോ ഹാൻഡ് റൈസ് ചെയ്യാം. ഡോക്ടർ ഷൈല പ്ലീസ്. ഹലോ, ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു 10 മിനിറ്റ് ഒരു 10 മിനിറ്റിനുള്ളിലാണ് ഞാൻ കയറിയത്. അപ്പൊ തുടക്കം ഇത്തോളജി എന്നുള്ള വിഷയത്തിൽ അതിനെ ആസ്പദമാക്കിയുള്ള ബുക്സ് ആണ് ഡോക്ടർ പരിചയപ്പെടുത്തിയെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ഡയറക്റ്റ് ഹോമിയോപ്പതിയുമായിട്ട് ബന്ധമുള്ളതല്ല. അല്ല, ഡയറക്റ്റ് ഹോമിയോപ്പതിയായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷേ ലോകം മൊത്തം സോളജിയുടെ ഒരു ശാഖയാണിത്. ലോകം മൊത്തം ഇത് വായിക്കാൻ ഒരുപാട് വായനക്കാരുള്ള ആളാണ് ഡെസ്മണ്ട് മോറിസ്. അദ്ദേഹത്തിലൂടെയാണ് ഇത്തോളജി ഇത്രയും പ്രശസ്തമായത്. ഇത് മനസ്സിലാക്കുന്നത് വഴി ഹോമിയോപ്പതി നമുക്ക് മരുന്ന് സെലക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ആണോ? ഇത് ശരിക്കും പറഞ്ഞാല് മനസ്സിന് എപ്പോഴും ഒരു ഡ്രില്ല് നമ്മൾ കൊടുക്കണം. ഒരു മെന്റൽ ഡ്രിൽ ഈസ് നീഡഡ് ഓൾവേസ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഒരു ലേണിംഗ് ഇതാണ്. ഇതൊക്കെ വായിച്ചിട്ട് നമ്മളൊരു ഹോമിയോപ്പത്ത് ആവുകയൊക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ ഹോമിയോപ്പത്ത് ആയിട്ട് ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ വായിക്കുന്നതും സാധാരണ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ ഹോമിയോപ്പതി ഡോക്ടർക്ക് കുറെ കൂടെ എലാബറേറ്റ് ആക്കാൻ ഇങ്ങനെയുള്ള ഒരു
ചിന്ത വെക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. ഇപ്പം നമുക്ക് ഡിസീസ് ഓറിയന്റഡ് പ്രിസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ നിന്ന് നമുക്ക് മാറാനുള്ള വലിയൊരു കാര്യമാണിത്. ഇതൊക്കെ വളരെ നല്ല ടൂൾസ് ആണ്, നല്ല ഭംഗിയുള്ള കാര്യങ്ങളാണ്. ഇതും കൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നത്. വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുകയല്ല, അതിനകത്തുള്ള സെന്റൻസുകൾ ഭയങ്കര പൊയറ്റിക്കും, ഭയങ്കര കാര്യമാത്രം മീൻസ് നമുക്ക് വളരെ അധികം മനസ്സിലാവും. അതായത് എത്രത്തോളം ഹൃദയത്തിൽ നിന്ന് അദ്ദേഹം ഇത് പറയുന്നതെന്ന്, അല്ലെങ്കിൽ എത്രത്തോളം ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്ക് പേഷ്യൻസിനെ സഹായിക്കാനും പറ്റും അല്ലേ? തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും. അതെ, ഒരാള് കള്ളം പറയുന്നെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ മോണിക്ക ലെവൻസ്കിയുടെ ക്ലിന്റനുമായിട്ട് നടന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അതിന് അന്നൊരു വലിയ കേസ് ഉണ്ടായിട്ട് അമേരിക്കയില് ഈ പിന്നെ ക്ലിന്റനെ വിചാരണ ചെയ്തപ്പം അപ്പൊ അദ്ദേഹം ഇങ്ങനെ 21 പ്രാവശ്യം ഇങ്ങനെ മൂക്കി പിടിച്ചത്. ഈ മൂക്കി പിടിക്കുന്നത് അപ്പൊ തന്നെ ഇത് വലിയൊരു കള്ളമാണ്. ഇങ്ങനെ മൂക്കി പിടിക്കുന്നതിന് കാരണം നമ്മളൊരു കള്ളം പറയുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് രക്തം എരച്ച് കയറും. എവിടത്തെയും ഇത് നമുക്ക് ചിലപ്പം കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ മൂക്കിന്റെ തുമ്പിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് വല്ലാത്ത അൺഈസിനെസ് വരുമ്പോൾ നമ്മൾ കള്ളം പറയുമ്പോൾ നമ്മൾ മൂക്കിന്റെ തുമ്പി ഇങ്ങനെ പിടിച്ച് തടവും. മനസ്സിലായി? ഇതൊരു ബോഡി ലാംഗ്വേജ്. അപ്പൊ ഇങ്ങനെയുള്ള ബോഡി ലാംഗ്വേജ് നമുക്ക് പലതും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. ഓക്കെ ഡോക്ടർ, അപ്പോഴേ അത് ഇപ്പൊ അത് കുറച്ചും കൂടെ വ്യക്തമായി. മാത്രമല്ല ബേബി വാച്ചിങ്ങിലൂടെ നമുക്ക് കുട്ടികൾക്ക് ഇന്നണക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെ? കുട്ടികളെ മുഖത്ത് ഫേസ് ഇപ്പൊ ഡോക്ടർ കാണിച്ച പോലെ നമ്മൾ മൂവ് ചെയ്ത് സംസാരിച്ചാൽ കുട്ടികൾ പെട്ടെന്ന് ഗ്രഹിക്കും അല്ലേ കുഞ്ഞിലെ? അപ്പൊ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പാല് കൊടുക്കുന്ന രീതിയാണെങ്കിലും അല്ലെ, ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ്, മൃഗങ്ങളുടെ ഇടയിലാണെങ്കിൽ പെട്ടെന്ന് അവർ വയബിൾ ആവും. അതെല്ലാം അതുപോലെ ഇവര് കുട്ടികള് കുറച്ചും കൂടി കോൺഫിഡന്റ് ആവാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് അവരൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ വേണ്ടി ഇങ്ങനെ കെട്ടിക്കൊണ്ടു നടക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ചൊരു വെറൈറ്റി ചിന്ത ഉണ്ടാകുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ സ്ലൈഡിലൂടെ കാണിച്ചു പോയപ്പോൾ ഒരു സിനിമ കാണുന്ന പ്രതീതിയാണ് ഉണ്ടായത്. നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടർ, നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എനിക്ക് തോന്നുന്നു ഡോക്ടർ ജയലളിത ഉമേഷ് അല്ലേ ഡോക്ടർ? യെസ് ഡോക്ടർ ബിന്ദുരാജ്, നല്ല സെഷൻ ആയിരുന്നു. ഇതിലിപ്പോ ഇനി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ലേഡിയുടെ ഒരു ലേബർ എങ്ങനെ, ആ ലേബർ വന്നു കഴിഞ്ഞിട്ട് പൊക്കിൾക്കിടി എങ്ങനെ മുറിക്കും, അതെങ്ങനെയായിരിക്കും, ആ കുഞ്ഞിനെ എന്തെല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെ അമ്മയുടെ അടുത്ത് കിടത്തുന്നു, ആ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം എങ്ങനെ, ആ കുഞ്ഞെങ്ങനെ അമ്മയെ മനസ്സിലാക്കുന്നു, അമ്മയെ നോക്കുന്നു, ഹസ്ബൻഡിനെ ലേബർ റൂമിൽ കയറ്റാമോ, ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ മൃഗങ്ങളുടെ ആയാലും പക്ഷികളുടെ ആയാലും ഒത്തിരി കാര്യങ്ങൾ ഇതിൽ അറിഞ്ഞുകൂടാത്തതും അറിയാവുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ഒരു കഥ പോലെ അങ്ങനെ കടന്നുപോയി. നല്ലൊരു സെഷൻ ആയിരുന്നു. ഇതിൽ എനിക്കൊരു ഡൗട്ട് വന്നത്, സാധാരണ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടത്, സാധാരണ കുഞ്ഞുങ്ങൾക്ക് കാഴ്ച ആ സമയത്ത് ഉണ്ടാവുമോ? അവര് നോക്കുന്നുണ്ട്, പക്ഷെ അവരാ നോക്കുന്നത് ശരിക്കുള്ള ഒരു മനസ്സിലാക്കുന്ന ഒരു കാഴ്ചയാണോ, അതോ ഇനിയിപ്പോ എത്ര ദിവസം അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാഴ്ച അവർക്ക് പിന്നീട് ശരിക്കും വരുന്നത്, ഐ കോണ്ടാക്ട് അങ്ങനെ വരുന്നത് എപ്പോഴാണ്? അതൊക്കെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. സാധാരണ ശരിക്കും ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആയിരുന്നു. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ ഇത് കാണുന്നത്, അത്ര ക്ലാരിറ്റി ഇല്ല എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചെങ്കിലും വലിയ ഗവേഷണങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ശരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 12 ഇഞ്ച് വരെ കുഞ്ഞുങ്ങൾക്ക് കാണാം, പക്ഷേ ഒരു ബൈനോക്കുലർ വിഷൻ ഇല്ല. പലപ്പോഴും സ്ക്വിന്റ് പോലെയൊക്കെയുള്ള അവസ്ഥയും നമുക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഈ ഇത്രയും അടുത്തുള്ള മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെയൊക്കെ കുഞ്ഞിന് കാണാനായിട്ട് നന്നായിട്ട് പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു 9 മാസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ബാക്കി വിഷൻ എല്ലാം ഡെവലപ്പ് ആവുന്നത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഡെവലപ്പ് ആയി വരത്തുള്ളൂ. അതാണ് പറയുന്നത്. അപ്പം മൂവ്മെന്റ് കാണുന്നുണ്ടെന്നാണോ ഡോക്ടർ പറയണത്? അതെ, മൂവ്മെന്റ് തീർച്ചയായിട്ടും അടുത്തുള്ള മൂവ്മെന്റ്സ് എല്ലാം കുഞ്ഞിന് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കേൾവിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. അത് ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ഏതാണ്ട് 3 ആഴ്ച മുമ്പ് പ്രസവത്തിന് 3 ആഴ്ച മുന്നേ മുതൽ കേട്ട് തുടങ്ങാൻ പറ്റും. അപ്പം കേൾവി നന്നായിട്ട് പ്രോമിനന്റ് ആയിട്ട് വരും. ശരിക്കും എല്ലാവരുടെയും ശബ്ദങ്ങളും എല്ലാം ഇങ്ങനെ കുറച്ച് കേട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അറിയാൻ പറ്റുന്നതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഈ നിയോനെറ്റൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്, ഇപ്പം മോറിസ് പറയുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ നിയോനെറ്റൽ സ്ക്രീനിങ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്തല്ലോ. വളരെയധികം നമുക്ക് എന്താണ് കുഞ്ഞുങ്ങളുടെ ഗർഭസ്ഥാവസ്ഥയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് കൃത്യമായി അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്യുന്നതും ഇതൊരു വലിയ രോഗമാണെന്നും ഇതെന്തോ ഭീതി ജനിക്കുന്ന എന്തോ ഇതാണെന്നും, ഒരു ഗർഭിണി എന്ന് പറയുന്നത് ഏറ്റവും അബലയും ശക്തിയില്ലാത്ത ഒരാളായിട്ടൊക്കെ വെറുതെ ധരിപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെ അല്ല. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രകൃതി അത്രയ്ക്കുമാണ് അമ്മയെ കീപ്പ് ചെയ്യുന്നതെന്നാണ് മോറിസ് പറയുന്നത്. അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് എനിക്കും തോന്നിയത്. കേസില് അവര് അമ്മമാര് മനസ്സിലാക്കാൻ താമസിക്കുന്നുണ്ട്. കുഞ്ഞിന് കാഴ്ച കുറവാണ്, അല്ലെങ്കിൽ കുഞ്ഞിന് ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോന്ന്. ഇപ്പൊ പിന്നെ ഓരോന്നും കേട്ട് കേട്ട് ചിലവർ അറിയുന്നുണ്ട്, ചിലവര് പക്ഷെ അത് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് മനസ്സിലാക്കാൻ. അറിഞ്ഞില്ല, മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ എന്നുള്ളത് മനസ്സിലാവണില്ല. അങ്ങനെ ഒരു കംപ്ലൈൻസ് കേൾക്കുന്നുണ്ട് അങ്ങനെ. ഓക്കെ, അല്ല ഇൻഫോർമേറ്റീവ് ജയലളിത ആയിട്ടുള്ള ഡോക്ടറെ, ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. അല്ല ജയലളിത ഡോക്ടറെ, ഇപ്പൊ ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുമ്പ് തന്നെ ഈ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ നടത്തിയാണല്ലോ വിടുന്നത്. എല്ലാ കേസും അങ്ങനെ ആവൂലല്ലോ ഡോക്ടറെ. വളരെ ലോ ക്ലാസ്സിലുള്ള ഫാമിലിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും നല്ല ഹോസ്പിറ്റലിലൊക്കെ പോണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിനെ കുറ്റം പറയണതല്ല, അങ്ങനെ ഉണ്ടാവണമെന്നില്ലല്ലോ. എല്ലാ സൗകര്യങ്ങളും ഉള്ളിടത്ത് പോകാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ ഡോക്ടറെ. സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നുണ്ടോ അറിയത്തില്ല. അറിയില്ല, നമ്മളിപ്പോ ഒരു പൊതുവേദി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ പാടില്ലല്ലോ. എന്നാലും അമ്മമാര് ചിലപ്പോ പറയണ കേട്ടിട്ടുണ്ട്, അറിഞ്ഞില്ല എന്നുള്ളത് പറയുന്നത്. എല്ലാമല്ല, ഭൂരിപക്ഷമല്ല, എന്നാലും കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോഴും. അതുപോലെ തൈറോയ്ഡ് ഉള്ള കേസ് ആകുമ്പോ അറിഞ്ഞില്ല എന്നും പറഞ്ഞ് കുട്ടികൾക്ക് കംപ്ലൈന്റ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ പൊതുവെ ഇപ്പൊ എല്ലായിടത്തും തൈറോയ്ഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. റെയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, നല്ല സെഷൻ ആയിരുന്നു. ഒരു വേർവിട്ടൊരു നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ ഇന്ററാക്ഷൻ. വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. വളരെ നല്ലത്. താങ്ക് യു. ഇന്ന് നമ്മുടെ ശ്രോതാക്കൾ വേറെ ആരും ഇന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്നില്ല. ഡോക്ടർ ശൈല, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹരിഹരൻ സാറൊക്കെ ഉണ്ടല്ലോ, സാറിന് ഇതിനൊക്കെ അഭിപ്രായം പറയും. വന്നിട്ടുണ്ട്. സുനിൽ ഡോക്ടറാണല്ലോ ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത്. അല്ല, പിന്നെ മറിയാമ്മ ഡോക്ടർ. സുനിൽ ഡോക്ടറെ സംസാരിച്ചു. ഹലോ, ഗുഡ് ഈവനിങ് ഡോക്ടർ. നല്ല സെഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഇതുപോലുള്ള പുസ്തക പരിചയമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല സെഷൻ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ ബുക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മാൻ വാച്ചിങ്ങും ബേബി വാച്ചിങ്ങും. ഡെസ്മണ്ട് മോറിസിന്റെ പല ബുക്കിനെ പറ്റിയിട്ടും നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, പിന്നെ ഇപ്പോൾ ഈ പല ഇതിലും എന്താണ് നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതിന്റെ അനാലിസിസ്, ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ്, ഇതൊക്കെ ഒരു എന്താണ് പകുതി സയൻസ് ആയിട്ട് വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് ചില ആൾക്കാരുടെ മൂക്ക്, നീളമുള്ള മൂക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ അവര് ഭയങ്കര എന്താണ് ഒരു ഭരിക്കുന്ന, അതായത് ഒരു രാജാവ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള അങ്ങനെയുള്ള പൊസിഷനിൽ വരുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ചെവി ഇങ്ങനെയാണെങ്കിൽ അവരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും. അവരുടെ നെറ്റി അങ്ങ് ആ രീതിയിലുള്ള പല വിലയിരുത്തലുകളുണ്ടല്ലോ. അപ്പൊ അത് ഡോക്ടറുടെ ഒബ്സർവേഷനിൽ അത് എത്രമാത്രം ശരിയാണ് ഇത് ഞാൻ ചോദിക്കുന്നത്. രണ്ടാണ് ഡോക്ടറെ, ഇത് രണ്ടാണ്. കാരണം വെച്ചാല് നമ്മുടെ മുഖത്തിന്റെ ഷേപ്പും വ്യത്യാസവും വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹസ്തരേഖ മാതിരി നമ്മുടെ ശരീരമൊക്കെ നോക്കിയിട്ട് പറയുന്നത് വേറെ രീതിയാണ്. അത് അത്രയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇത് ശരിക്കും ബ്രിട്ടനിലൊക്കെ പണ്ട് മുതലേ പോലീസ് ഫോഴ്സിലെല്ലാം ഇത് ഉപയോഗിക്കുന്നതാണ്. ഇവിടെയും നമ്മുടെ നാട്ടിലും എല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഈ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ജന്തുക്കളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് സമാന സ്വഭാവം കാണിക്കുന്നത് എന്നുള്ളതാണ്. മറ്റേതുമായിട്ട് ഇതിന് ബന്ധമില്ല. ശരീരത്തിന്റെ അല്ലാതുള്ള ഷേപ്പുമായിട്ട് ഇതിന് ബന്ധമില്ല. അതൊരു സ്റ്റഡി ആയിരിക്കാം, അത് എത്രത്തോളം പൂർണ്ണമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് എൻ്റെ ഡിഫറെന്റ് ആണ്. താങ്ക് യു. ഓക്കെ, സുനിൽ ഡോക്ടർ പോയെന്ന് തോന്നുന്നു. ഇനി മറിയാമ്മ ഡോക്ടറെ ഇപ്പൊ കാണുന്നില്ലല്ലോ. മറിയാമ്മ ഡോക്ടറെ, ഡോക്ടർ സംസാരിക്കാം.
എൻ്റെ ഒരു സംശയം, ഈ വയറിൽ കിടക്കുമ്പോൾ തന്നെ കേൾവി തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ. അപ്പം എൻ്റെ അടുത്തൊരു പേഷ്യൻസ് ഇങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ വന്നപ്പോൾ അവരിങ്ങനെ ആ സമയത്ത് കൊച്ചിനോട് സംസാരിക്കുമായിരുന്നു എന്നാ പറയുന്നത്, അച്ഛൻ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ആ കൊച്ചിന് കൂടുതൽ പരിചയം വരുമോ, അങ്ങനെ വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മമാര് നല്ല പാട്ട് കേൾക്കണമെന്നും അല്ലെങ്കിൽ മറ്റേ നല്ല മ്യൂസിക് ഒക്കെ കേട്ട് നല്ല അറ്റ്മോസ്ഫിയർ വെക്കണമെന്നും ഒക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവസാനത്തെ പിന്നെ ട്രൈമസ്റ്ററിലൊക്കെ അല്ലെങ്കിൽ ഈ ടേം അടുക്കുമ്പോഴത്തേക്ക് വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ഞടുങ്ങി മാറുകയും ഒക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് ആ ക്വിക്കനിങ് മനസ്സിലാവും, ഈ ശബ്ദം കേൾക്കുമ്പോഴുള്ള പ്രതികരണമൊക്കെ. അപ്പൊ ഇത് തീർച്ചയായിട്ടും കുഞ്ഞിന് ആ സമയത്ത് നല്ല കേൾവിശക്തിയുള്ള സമയമാണ്. അപ്പോ നേരത്തെ പറഞ്ഞത്, അപ്പൊ അച്ഛനും അമ്മയൊക്കെ സംസാരിക്കുന്നതേ അത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബോണ്ടിങ്ങിനും ഒക്കെ നല്ലതാണെന്ന് മോറിസ് പറയുന്നുണ്ട്. ലാസ്റ്റിലായാലും ഒക്കെ ഈ നല്ല അറ്റ്മോസ്ഫിയറും അമ്മയുടെ സംസാരമാണെങ്കിലും ഏറ്റവും പരിചിതരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലെ സംസാരങ്ങളൊക്കെ ആണെങ്കിലും കുഞ്ഞിന് അത് കിട്ടുന്നുണ്ടാകും എന്ന്. പക്ഷെ അത് ഒന്ന് മനസ്സിലാക്കുക, ഒരു വലിയ അമ്നിയോട്ടിക് ഫ്ലൂയിഡില് ഫുൾ ഗ്രീസി ആയിട്ടുള്ള അവസാന ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, മൊത്തം ഈ വെർണിക്സ് കേസിയോസ് ഒക്കെ വന്ന് മൂടി ഭയങ്കര ഗ്രീസി ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കുഞ്ഞിന്റെ ചെവിയുടെ അകത്തെല്ലാം ഈ ഗ്രീസ് ഇരിക്കുക. ഇതെല്ലാം ഇരുന്നിട്ട് ഒരു ഫ്ലൂയിഡിൽ ഇരിക്കുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ശബ്ദം കേൾക്കലല്ല. അത് തീർച്ചയായിട്ടും അങ്ങനെയല്ല. അതുകൊണ്ട് ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നു എന്ന് പറയുന്നതിനകത്ത് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഗുരു നിത്യചൈതന്യയുടെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം വളരെ പറയാൻ എനിക്ക് മടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ഗർഭത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം കേട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോകുമല്ലോ എന്ന് അദ്ദേഹത്തിന് ഭയങ്കര ഭയമുണ്ട്. സാധാരണ ഒരു സന്യാസി അല്ലല്ലോ അദ്ദേഹം, എപ്പോഴും എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ അദ്ദേഹം അത് പ്രതിപാദിക്കുന്നുണ്ട്, ഞാൻ അതങ്ങനെ കേട്ടിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ആനുഷികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. നന്ദി. പുരാണങ്ങളിൽ എവിടെയൊക്കെയോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച ഉള്ളിക്കിടക്കുന്ന കൊച്ചു ഇതൊക്കെ കേട്ട് നന്നായി പഠിക്കുമെന്നും ഒക്കെ ചില പോക്ക് കേട്ടിട്ടുണ്ട്, വയസ്സായവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗർഭിണികളായിരിക്കും. അഭിമന്യു അറിയാമല്ലോ, ഇരുന്നപ്പോ അഭിമന്യുവിന്റെ അടുത്ത് ഉത്തരയ്ക്ക് പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ ഈ പത്മവ്യൂഹം എങ്ങനെയാണ് ഭേദിക്കുന്നതെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞപ്പോ, കഥയായിരിക്കാം, ഞങ്ങൾ ഒരു കഥയിൽ ഇത് തന്നെ പറയാം. അപ്പൊ ആ ഒരു പത്മവ്യൂഹം ഭേദിക്കുന്ന എങ്ങനെയാണെന്ന് ഉത്തരയ്ക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഉത്തര ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ശ്രീകൃഷ്ണൻ ശ്രദ്ധിച്ചപ്പോ ആരോ മൂളുന്നത് കേട്ടു. അപ്പം ഉത്തരയുടെ ഗർഭത്തിലിരുന്ന കുഞ്ഞാണ് മൂളിയത്. പക്ഷെ ശ്രീകൃഷ്ണൻ വളരെ തന്ത്രശാലിയായിരുന്നു, ആരായാലും ഇത് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ അദ്ദേഹം അത് പറഞ്ഞില്ല. അങ്ങനെയാണ് ആ പത്മവ്യൂഹം ഭേദിക്കാൻ അഭിമന്യുവിന് അറിയാമായിരുന്നു. പക്ഷെ അതിനകത്തുനിന്ന് പുറത്ത് കിടക്കാനുള്ളത് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് വിട്ട് മരിച്ചു പോകേണ്ടവന്നു. അപ്പൊ ഈ പുരാണത്തിലെല്ലാം ഇങ്ങനെയുള്ള ദൈവത്തിന്റെ പോലും ഒരു ഇത് മീൻസ് അത് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ഞാൻ പറയാം, നമ്മൾ പക്ഷെ അതെല്ലാം വായിച്ച് പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ മുന്നിൽ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും വരുന്നുണ്ട് ഓരോ ദിവസവും. ശകുനി വരുന്നുണ്ട്, ദുശാസനം വരുന്നുണ്ട്, എല്ലാവരും നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും നമുക്ക് ഇതെല്ലാം ഫീൽഡ് സ്റ്റഡിയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഓരോരോ ആൾക്കാരായിട്ട് നമുക്ക് ട്രാക്ക് പിക്ചറായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഡോക്ടർ, ഓക്കെ. അപ്പൊ ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയാൻ ഞാൻ മറിയാമ്മ ഡോക്ടറെ വിളിക്കുകയാണ്. മറിയാമ്മ ഡോക്ടറെ, എന്തായാലും ഒരു വ്യത്യസ്തമായ ക്ലാസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന്. ഇങ്ങനെ ഒരു നല്ല ക്ലാസ് എടുത്ത് ബിന്ദുരാജ് ഡോക്ടറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇനി ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് എത്രയും വേഗം വീണ്ടും വരണമെന്നും അപേക്ഷിക്കുകയാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ശുഭദിനം. ഞാൻ തന്നെയാണ് ഇന്ന് മോഡറേറ്റ് ചെയ്തത്. എല്ലാവർക്കും ശുഭദിനം. അടുത്ത ദിവസം വീണ്ടും കാണാം, നാളെ 9:30. താങ്ക് യു.